ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പല ആളുകളും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, സർ കോൾ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ മെസ്സേജ് മാനിഫെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പലരും അത് ചെയ്തു നോക്കിയിട്ടുണ്ട്. 90% ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 10% ആളുകൾക്ക് റിസൾട്ട് കിട്ടാതെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ റിസൾട്ട് കിട്ടാത്തവരും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സും ഈ ഒരു ടോപ്പിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ന്യൂ ടെക്നിക്കാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിടുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ബിസി ആണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണണ്ട. ഫ്രീ ആവുന്ന സമയത്ത് ഈ വീഡിയോ വന്നിട്ട് പൂർണ്ണമായിട്ടും കാണുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആരിൽ നിന്നാണോ കോള് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് ആഗ്രഹിക്കുന്നത് അവർ അയച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇനി ഒരു റിക്വസ്റ്റ് കൂടി. ഇതിനു മുമ്പ് നിങ്ങൾ പല ടെക്നിക്കുകൾ ചെയ്ത് നോക്കിയിട്ടും റിസൾട്ട് കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്താണ് റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം എന്നുള്ളത് വ്യക്തമായിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് പറയുക. അപ്പോൾ അവർ പറയുന്ന സജഷൻസ് കേട്ടിട്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് ഞാൻ പറയുന്ന ഒരു 3 സെൻറ്റൻസ് ഉണ്ട്. ആ 3 സെൻറ്റൻസ് എഴുതിയെടുക്കണം. എഴുതിയെടുത്ത് അത് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ പേനയും പേപ്പറും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് എഴുതിയെടുക്കുക. എന്താണെന്നോ, ഇംഗ്ലീഷിലും ഞാൻ പറയാം, മലയാളത്തിലും പറയാം. നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കോൾ എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ് വേണ്ടതെങ്കിൽ ടെക്സ്റ്റ് എന്ന് മാറ്റി കൊടുത്താൽ മതി. ഞാൻ ടെക്സ്റ്റ് എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് കോളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കോൾ എന്ന് മാറ്റി കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്തോളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്നാമത്തേത്, ഐ ആം ഓപ്പൺ ടു റിസീവ് എ ടെക്സ്റ്റ് മെസ്സേജ് ഫ്രം മൈ സ്പെസിഫിക് പേഴ്സൺ എന്നുള്ളതാണ്. അവിടെ സ്പെസിഫിക് പേഴ്സൺ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ആരിൽ നിന്നാണോ കോളോ മെസ്സേജോ ആഗ്രഹിക്കുന്നത് അവരുടെ പേരാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഐ ആം വർത്തി ഓഫ് റിസീവിങ് എ ടെക്സ്റ്റ് മെസ്സേജ് ഫ്രം മൈ സ്പെസിഫിക് പേഴ്സൺ. മൈ സ്പെസിഫിക് പേഴ്സൺ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, I am grateful for receiving a text message from my specific person എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ ആ ഒരു സെൻറ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഡിസേർവ് ടു റിസീവ് എന്നുള്ള രീതിയിലാക്കിയാലും നോ പ്രോബ്ലം. ഓക്കെ, ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഇനി മലയാളത്തിലുള്ള ആളുകൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇപ്പം തന്നെ എഴുതിയെടുത്തോളൂ. ഞാൻ ഇന്ന വ്യക്തിയിൽ നിന്നും കോള് സ്വീകരിക്കുന്നതിന് തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആ പേരൊന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, കൈനയിൽ നിന്നും ഒരു കോള് സ്വീകരിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൈനയിൽ നിന്നും ഒരു കോള് ലഭിക്കുന്നതിന് ഞാൻ അർഹനാണ്. മൂന്നാമത്തേത്, കൈനയിൽ നിന്നും ഒരു കോള് സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ലഭിക്കുന്നതിനോ ഞാൻ നന്ദിയുള്ളവനാണ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഞാൻ തയ്യാറാണ്, രണ്ടാമത്തത് ഞാൻ അർഹനാണ്, മൂന്നാമത്തത് ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ കൃതജ്ഞതയുള്ളവനാണ്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് 11 തവണയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പ്രോസസ്സുകൾ ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ 3 സെൻറ്റൻസുകൾ നിങ്ങൾ പറഞ്ഞു എന്ന് കരുതുക. അതിനുശേഷം 3 ബ്രീത്ത് എടുത്ത് വിടുക. ദീർഘശ്വാസമാണ് എടുക്കേണ്ടത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അപ്പോൾ 1, 2, 3 ബ്രീത്ത് എടുക്കുന്നു. വീണ്ടും ഈ 3 സെൻറ്റൻസുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. വീണ്ടും 3 ബ്രീത്ത് എടുക്കുന്നു. വീണ്ടും ഈ 3 സെൻറ്റൻസുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 3 തവണയായി. അങ്ങനെ 11 തവണ നിങ്ങൾ മിനിമം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകിൽ 9 തവണ അല്ലെങ്കിൽ 11 തവണ, ഇതിലേതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്തിട്ട് അതുവരെ ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഒന്നുകിൽ രാവിലെ എണീറ്റ് ഉടനെ ചെയ്യാം, അതല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ചെയ്യാം. ഈ 2 ടൈമിലാണ് എപ്പോഴും മാനിഫെസ്റ്റേഷൻ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം. എന്നിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വിത്തിൻ
2 വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കും, യാതൊരു സംശയവുമില്ല. ഇത് ചെയ്യേണ്ടത് ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ട് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് ഫീലോടുകൂടി ഇതിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ ഈ കോള് കിട്ടാതെ അല്ലെങ്കിൽ മെസ്സേജ് കിട്ടാതെ ബ്ലോക്ക് ചെയ്തതിൻ്റെ പേരിലൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അവരും ഈ ടെക്നിക്ക് ചെയ്യട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടുകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലവ് മാനിഫെസ്റ്റേഷന് ഞങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാൻ മറക്കണ്ട. വിളിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, സൊല്യൂഷൻസ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് നാളുണ്ടാവട്ടെ, ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.